മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. പല രാഗങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? എന്തോന്നറിയ അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. ഏതെങ്കിലും ഒരു രാഗം ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാതെ എത്ര രാഗമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതൊക്കെ പഠിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടിൽ ഞാൻ ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെടില്ല. പിന്നെ അറിഞ്ഞൂടാ. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എനിക്ക് തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കുറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ഞാൻ ചോദിച്ചാൽ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. തമാശ നമ്മൾ അതങ്ങനെ എടുക്കത്തില്ല. ഒരാൾ മുമ്പ് ഇരിക്കുന്ന എന്ത് പണ്ടത്തിൽ ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതാണ് പറഞ്ഞത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്തെങ്കിലും വൃത്തിയോടെ ചോദ്യം എന്നാൽ ഞാൻ ചിലത് ചോദിക്കട്ടെ. എനിക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അല്ല നീ പറ. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. നമ്മൾ എന്റെ റൂമിൽ വന്നാണ് നീ ചോദിക്കുന്നെങ്കിൽ നമ്മൾ തമാശക്ക് എടുക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മണ്ണ ചോദ്യം എനിക്കത് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനെയാണ്. ഞാൻ അങ്ങനെ ചെയ്യരുത് പറഞ്ഞു. നീ ഒരു നല്ല ആങ്കറാണ്. ഒരുമാതിരി മഹാബോറാത് സത്യം. നമുക്ക് നെഞ്ചിലൊക്കെ എന്താ പറയുക എപ്പോഴും ആ ഒരു ബ്ലാക്ക് അങ്ങനെ കിടക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്ത് വിട്ടിച്ച ഇദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങ് ചോദിക്കാന്ന് പറഞ്ഞ് മഹാബോറ. ബോറെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബോറ. അത് എനിക്ക് അധികം കൂടെ ഒന്നും പറയാനില്ല. ഞാൻ പോട്ടെ. അല്ലെ ഇനി ഞാനെന്ത് പറയാനാ എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.